ഗഗനാചാരി, നമ്മുടെ ഗോകുൽ സുരേഷിനെ അതുപോലെ അജു വർഗീസിനെയും ഗണേഷ് കുമാറിനെയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അരുൺ ചന്തു ഡയറക്ട് ചെയ്ത മൂവിയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പടമല്ല. ഇതൊരു പരീക്ഷണ ചിത്രമാണ്. സത്യം പറഞ്ഞ ഇതൊരു പരീക്ഷണ ചിത്രമാണ്. ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല. വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് കോമഡി സിനിമയൊന്നുമല്ല. ഇത് കുറച്ച് വ്യത്യസ്തമായ ടൈപ്പ് സംഭവമാണ്. 2040 ശേഷമുള്ള കാലഘട്ടമാണ് കാണിക്കുന്നത്. ഏലിയൻസ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നതും അതുപോലെ തന്നെ മനുഷ്യന്മാർ ചന്ദ്രനിലോട്ടൊക്കെ പോയിട്ട് അന്യഗ്രഹത്തിലോട്ടൊക്കെ പോയിട്ട് അവിടെ താമസമാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു സമയമൊക്കെയാണ് കാണിക്കുന്നത്. സിനിമയിലെ പെർഫോമൻസുകൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോകുൽ സുരേഷ് ആണ്. ഗോകുൽ സുരേഷ് ഇങ്ങനെ കോമഡി പറയുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുപോലെ ഗണേഷ് കുമാർ റോൾ നല്ല കിടിലൻ റോളാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ ഈ മണിച്ചിത്രത്താഴിലൊക്കെ ഉള്ള ഒരു കോമഡി ഒരു സ്ലാങ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള ആ ഒരു സ്ലാങ്ങിലുള്ള കോമഡി കാര്യങ്ങളൊക്കെയാണ് ഗണേഷിന്റെ. നിങ്ങൾ വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും. നിങ്ങൾ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കാണുക. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് പടമാണ്, അല്ലാതെ ഒരു OTT ഒന്നും കണ്ടാൽ ചിലപ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെടുകയില്ല.